ഈ കത്ത് തമാൽ കൃഷ്ണ എഴുതിയതാണ്. കത്ത് തമാലിൻ്റെതാണെങ്കിലും ഒപ്പിട്ടിരിക്കുന്നത് പ്രഭുപാദരാണ്. പക്ഷേ ആ സമയം പ്രഭുപാദർ അവശനിലയിലായിരുന്നു. നോക്കൂ, അങ്ങനെയല്ല, അത് വേറൊരു വലിയ പ്രശ്നമാണ്. ഇസ്കോൺ ഗുരുക്കന്മാർ അത് സ്വീകരിക്കരുതെന്താ? അവർ അപരാധം ചെയ്യുന്നത് കൊണ്ട്. നിങ്ങൾ ഗുരുവിനോട് അപരാധം ചെയ്യുന്ന നിമിഷം താങ്കൾ അവരോട് പറയണം, അതാണ് ഞാൻ ചെയ്യുന്നത്. കൂടുതൽ പേർക്കും ഈ ജൂലൈ 9 കത്ത് എന്താണെന്നേ അറിയില്ല. എല്ലാവരും വിചാരിക്കുന്നത് ഇതാണ് ഗുരു, അങ്ങോട്ട് പോകണം, നമ്മൾ പോകണം. അപ്പോൾ അവരെല്ലാവരും പറയും, നിങ്ങൾ ഗുരുവിനെ ധിക്കരിച്ചാൽ വലിയ അപരാധിയാകും. ഇങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ പറ്റിയാണ്. ഇത്തരത്തിലുള്ള തത്വമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അത് പ്രഭുപാദരുടെ തത്വത്തിന് വിരുദ്ധമാണ്. നിങ്ങൾ പ്രഭുപാദരോട് അപരാധം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധാലുവാകണം. ആത്മീയ ജീവിതത്തെ ജീവസുറ്റതാകുന്നത് ഗുരുവിന്റെ ആജ്ഞയാണ്. ആരാണോ ഗുരുവിന്റെ നിർദ്ദേശത്തെ അനുസരിക്കാത്ത അവൻ ഉടൻ തന്നെ പ്രയോജനമില്ലാത്തവനാകുന്നു. ഗുരുവിന്റെ ആജ്ഞയിൽ നിന്നും വ്യതിചലിക്കുന്നവൻ ഉപയോഗശൂന്യനാണ്. ചൈതന്യ ചരിതാമൃതം ആദിലീല 12:10. പ്രഭു, ഇത് ശാസ്ത്രമാണ്. കാര്യം ഇതാണ്, നമ്മൾ ഗുരുവിന്റെ നിർദ്ദേശം പാലിക്കണം. അതാണ് ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം.